ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ ഒരു സീസൺ അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ അടുത്ത സീസണിലേക്കുള്ള അഴിച്ചുപണികൾ ക്ലബ്ബുകളെല്ലാം തുടങ്ങിയെന്ന് വേണം മനസ്സിലാക്കാൻ. കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ് സിയും ബംഗളൂരു എഫ് സിയൊക്കെ നീക്കങ്ങൾ തുടങ്ങിയെന്ന വാർത്തകൾ ഉണ്ടെങ്കിൽ പോലും ലഭ്യമാകുന്ന ക്രെഡിബിൾ റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ആക്റ്റീവായിട്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ബംഗളൂരു എഫ് സിയും ചെന്നൈയിൻ എഫ് സിയാണ്. പിന്നെ ഈസ്റ്റ് ബംഗാളിന്റെ ഭാഗത്തു നിന്നും ക്രിയാത്മകമായ നീക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൂടാതെ ഗോവ നല്ല രീതിയിൽ തന്നെ അവരുടെ സ്ക്വാഡ് റീബിൽഡ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. നോഹ സദോദി അടുത്ത സീസണിൽ അവരോടൊപ്പം ഇല്ല എന്നുള്ള കാര്യം ഉറപ്പായത് കൊണ്ട് തന്നെ അവർ റീപ്ലേസ്മെന്റ് ആയിട്ട് ആളെ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട് എന്നറിയുന്നുണ്ട്. അതുകൂടാതെ അവർക്ക് വേണ്ടി ഈ സീസണിൽ അത്യാവശ്യം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന അവരുടെ സൂപ്പർ താരങ്ങളിൽ ഒരാളായിട്ടുള്ള വിക്ടർ റോഡ്രിഗസുമായിട്ടും എഫ് സി ഗോവ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. അതേസമയം അവര് ബോർജ ഹെരേരയെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളിൽ ഏകദേശം വിജയിച്ചു എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അതൊന്ന് കൺഫേം ആയിട്ട് അതിനെക്കുറിച്ച് അത്യാവശ്യം ഒരു മാസ് വീഡിയോ ചെയ്യേണ്ടതാണ്. അത് ഒന്ന് കൺഫേം ആയി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 90% കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും വീഡിയോ ചെയ്യണം. കാരണം ഹെരേര ഒരു വലിയ അപ്രീസിയേഷൻ അർഹിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ വിക്ടർ റോഡ്രിഗസും അടുത്ത സീസണിൽ എഫ് സി ഗോവയ്ക്കൊപ്പം ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് എന്ന് പറയാമെന്നാണ്.